നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 7-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 23-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. മകയിരം നക്ഷത്രവുമാണ്. വെള്ളി എന്ന് പറയുമ്പോൾ വളരെ നല്ല ദിവസമായിട്ടാണ് ഗ്രന്ഥങ്ങൾ എഴുതി വച്ചിട്ടുള്ളത്. കാരണം 7 പേർക്ക് ദിവസങ്ങളെ വീതിച്ചു കൊടുത്തതിൽ 2 ഗുരുക്കന്മാർക്ക് ദിവസങ്ങളുണ്ട്. അതിൽ അസുര ഗുരുവിൻ്റെ ദിവസമാണ്, ശുക്രാചാര്യരുടെ ദിവസമാണ് ഇന്ന്. ശുക്രൻ ഇഷ്ടം തോന്നിയാൽ അസുരന്മാരെ വരെ വളർത്തിയെടുത്ത ആളാണ്. അത് എന്തും കൊടുക്കുന്ന ആളാണ്. ക്ഷിപ്രപ്രസാദിയാണ്. അപ്പോൾ ശുക്രൻ്റെ ദിവസമാണ് ഇന്ന്. നക്ഷത്രവും മകയിരം നക്ഷത്രമാണ്. നല്ല നക്ഷത്രമാണ്. ഇന്ന് നിങ്ങൾക്ക് സന്തോഷപ്രദമായ ഒരു ദിവസമാണ്. ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് അധിക ഫലം കിട്ടും. കാരണം ശുക്രൻ്റെ ദിവസം നമുക്ക് ഏറ്റവും സന്തോഷത്തെ പ്രദാനം ചെയ്തു തരും. അതുകൊണ്ട് ഇന്ന് ഒരു കാര്യത്തിനും അറച്ചു നിൽക്കരുത്, ഇറങ്ങണം. കാരണം ദിവസം കൊള്ളാം, നക്ഷത്രം കൊള്ളാം. അതുപോലെ തന്നെ നമ്മൾ വാർഷിക ഫലം എന്ന് പറയുമ്പോൾ ഓരോ ജനിക്കുന്ന, അതായത് നക്ഷത്രം അന്നത്തെ ബർത്ത്ഡേ ഫലത്തെ ചിന്തിക്കുമ്പോൾ മകയിര നക്ഷത്രത്തിൽ, കുംഭമാസത്തിലെ മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. കാരണം കുടുംബത്തിനകത്ത് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. അല്ലെങ്കിൽ നമ്മളുടെ തന്നെ കല്യാണം നടക്കാതിരിക്കുന്നെങ്കിൽ കല്യാണം നടക്കും. വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളവർക്ക് പരിഹരിക്കപ്പെടും. വാഹനം വാങ്ങാൻ സാധിക്കും. ഗ്രഹോപകരണങ്ങൾ ശേഖരിക്കാൻ പറ്റും. മറ്റ് സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവും ഈ ഒരു വർഷവും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ശ്രമിക്കണം. ഇതെന്താണോ നമുക്ക് വേണ്ടത് അതിനു വേണ്ടി പ്രയത്നിക്കണം. അപ്പോൾ തരും ശുക്രൻ. പക്ഷെ അതിനു വേണ്ടി പ്രയത്നിക്കണം. പ്രയത്നിക്കേണ്ട അവരവരാണ്. അല്ലാതെ ഒന്നും കിട്ടത്തില്ല. പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും പ്രപഞ്ചത്തിൽ നിന്ന് നേടിയെടുക്കേണ്ടത് അവരവരാണ്. അപ്പോൾ എല്ലാ സമ്പത്ത്, ലോകത്ത് എല്ലാ സമ്പത്തും പ്രപഞ്ചത്തിലാണ്. ചില ആളുകൾ അതിനെ നേടിയെടുക്കുന്നത് കൊണ്ടാണ് അവർ പൈസക്കാരാവണേ. എല്ലാ ഐശ്വര്യങ്ങളുണ്ട്. ഐശ്വര്യം ഓരോരുത്തർ നേടിയെടുക്കുമ്പോൾ അവർക്ക് പ്രശസ്തി ഉണ്ടാവും. അപ്പോൾ അത് നേടിയെടുക്കണം. പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്. അതുപോലെ ഇന്ന് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:30 മണിക്ക് രാവുകാലം തുടങ്ങൂല. 11 മണി 6 മിനിറ്റ് തൊട്ട് രാവുകാലം തുടങ്ങുകയുള്ളൂ. 12:36 വരെ രാവുകാല സമയം. ഇപ്പോൾ രാവിലെയൊക്കെ ഇറങ്ങണവർ രാവുകാലം എന്നതിൻ്റെ ആവശ്യമില്ല. കാരണം രാവിലെ അങ്ങ് ഇറങ്ങുമല്ലോ. അല്ലാതെ ഈ സമയത്ത് ആണ് പോകുന്നതെങ്കിൽ രാഹു എന്ന് പറഞ്ഞ തടസ്സത്തെ കൊടുക്കുന്നവനാണ്. സ്റ്റാർട്ട് ആൻഡ് ട്രബിൾ ഉണ്ടാക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് രാവുകാലം നോക്കി പോകണം. അതുപോലെ നമ്മൾ 2 സമയങ്ങൾ വളരെ ശ്രദ്ധിക്കണം. യമകണ്ഠകാലവും ഗുളികകാല സമയവും. എല്ലാ കാര്യങ്ങൾക്കും ഈ 2 സമയം എടുക്കരുത്. ഏത് നല്ല ദിവസമായാലും. അതിൽ ഗുളികകാല സമയം വരുന്നത്, ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയത്ത് രാവിലെയാണ് 8 തൊട്ട് 9:37 വരെയും. യമകണ്ഠകാല സമയം വരുന്നത് 3:34 തൊട്ട് 5:03 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അപ്പോൾ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് വരുന്നത് തന്നെ 12:12 തൊട്ട് 1 മണി വരെ. 12:12 തൊട്ട് 1 മണി വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് എല്ലാ കാര്യത്തിനും എടുക്കാം. അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണം ശരിക്ക് ശുക്രൻ്റെ കളറ് ശരിക്ക് റെഡ് മിക്സായിട്ടുള്ള കളറാണ്. അപ്പോൾ റെഡ് മിക്സായിട്ടുള്ള കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ശുക്രഭഗവാന്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കയറി നമുക്ക് കൂടുതൽ ശോഭിക്കാൻ ഇടവരികയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.